നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്ന ഒരു ബ്രെഡ് ഓംലേറ്റ് ആണ്. അതൊരു എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും ബ്രെഡ് ഓംലേറ്റ്, പക്ഷേ ഇതൊരു വെറൈറ്റി ബ്രെഡ് ഓംലേറ്റ് ആണ്. അത് ഞാൻ എടുത്തേക്കുന്നത് ഒരു സവോള, 4 മുട്ട, 2 മുളക്, പിന്നെ കുറച്ച് ക്യാബേജ്, തക്കാളി ഒരെണ്ണം, കുറച്ച് ചീസ് എടുത്തിട്ടുണ്ട്, കുറച്ച് ടൊമാറ്റോ സോസും ഉണ്ട്. ഞാൻ എടുത്തേക്കുന്ന 4 ബ്രെഡും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യം ഇപ്പം മുട്ട ഒന്ന് പൊട്ടിക്കാം. നമ്മളിതിലേക്ക് എടുക്കുന്ന 4 മുട്ടയാണ്. നമുക്കെല്ലാം വീട്ടിൽ നിന്ന് പരീക്ഷിക്കാവുന്നൊരു എളുപ്പമുള്ളൊരു ബ്രെഡ് ഓംലേറ്റ് ആണ്. ഇതിലേക്ക് നമ്മൾ ഇനി ഇടാൻ പോകുന്നത് മുളക് ഇടുന്നുണ്ട്, ഉള്ളി ഇടുന്നുണ്ട്, തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇടണം. പിന്നെ ഇതിലുള്ള ക്യാബേജാണ്, ക്യാബേജും കുറച്ച് അരിഞ്ഞത്. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് നമുക്ക് ചേർക്കാം. ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം, നന്നാവും. നമ്മൾ ഇത് പാനിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇട്ടാലും മതി, അല്ലെങ്കിൽ ഈ ഇളക്കുമ്പോൾ ഇട്ടാൽ മതി. നന്നായിട്ടുണ്ട്, മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ എടുത്ത് അടുപ്പിൽ വെക്കാം. നമ്മൾ തീ ഒന്ന് കത്തിക്കാം. അങ്ങനെ നമ്മൾ പാൻ ചൂടായിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം. ഇതെല്ലാവർക്കും കൊച്ചുകുട്ടികൾക്ക് വരെ ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ബ്രെഡ് ഓംലേറ്റ്. നന്നായിട്ട് പാൻ ചൂടായി കഴിയുമ്പോൾ നമുക്ക് തീ കുറച്ച് വെക്കാം. കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഈ കലക്കി വെച്ച മുട്ട കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് എല്ലായിടത്തും ആക്കാനുള്ള റൗണ്ടാക്കിയിട്ട് ഇതെല്ലായിടത്തും കൂടി ഒന്ന് മിക്സ് ചെയ്തിടാം. തീ കുറച്ച് വെച്ചാൽ മതി. ഇനി നമുക്ക് ഒരു ബ്രെഡ് എടുത്ത് ഇതാകുമ്പോഴത്തേക്ക് ബ്രെഡ് എടുത്ത് നമുക്ക് ടൊമാറ്റോ സോസ് നമുക്ക് ഇതിൽ ഒന്ന് തേച്ച് കൊടുക്കാം. താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ടൊമാറ്റോ സോസ് ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിൽ കൂടെ നമുക്ക് ഇവിടെ ചീസുണ്ട്, ഒരു ഹാഫ് ചീസ് ഇതിനകത്തേക്ക് നമ്മൾ വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ബ്രെഡ് ഇതിനകത്തേക്ക് വെക്കാം. വെന്തോന്ന് നോക്കണം. അപ്പോൾ സ്ലിമ്മിലിട്ടാൽ മതി. തീ വളരെ കുറച്ച് ചെയ്താൽ മതി. ഇത് നമുക്ക് ഈ സൈഡ് എടുത്ത് നമുക്ക് പതുക്കെ ശ്രദ്ധിച്ച് മുട്ട പൊട്ടാതെ മടക്കാം. പതുക്കെ പൊട്ടാതെ മടക്കണം. തീ നല്ല നൈസായിട്ട് വെച്ചാൽ മതി. അടി ഏകദേശം റെഡി ആയിട്ടുണ്ട്. അന്നേരം നമുക്ക് ഈ ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് അത് മാറ്റാം. ഈ പ്ലേറ്റ് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് പ്ലേറ്റിലേക്ക് മറിച്ചാൽ മതി.
അതിനുശേഷം എളുപ്പത്തിൽ പൊട്ടാതെ എടുക്കാനുള്ള മാർഗ്ഗമാണത്. അതിനുശേഷം ഇങ്ങനെ ചെയ്താൽ മതി. ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. നമുക്ക് ഇനി അടുത്തതും ഇതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. അന്നേരം നമ്മുടെ പുതിയ ബ്രെഡ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇത് നമുക്കിത് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കഴിക്കാം. നമുക്കിത് കട്ട് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്ത് കൊടുക്കാം. ഇത് സോസിൽ മുക്കി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് നമ്മൾ സോസ് കൂട്ടി കഴിച്ചാൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക.